Hello dear students, here we are doing another science class. So in the last classes, we almost finished the 5th chapter. Some small portions are left in the chapter. So now in today's class, we are going to finish that chapter and do the exercise portion. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. So we were learning about the separation of substances. We learned about the 3 different filtration methods. We learned the sedimentation, decantation and filtration. Now here we are going to learn the method of evaporation. So first of all we are going to learn what is evaporation. So for this we are going to take one beaker and add 2 spoons of salt. എന്ത് ചെയ്യും 2 spoon salt എന്ത് ചെയ്യും വാട്ടറിൽ മിക്സ് ചെയ്യും. Now we are going to boil the water. Then what will happen? After some time all the water will go away. All the water is എന്തായി പോവും will become water vapor and what is left in the beaker നമ്മൾ വെള്ളം എടുത്ത് ഉപ്പ് ഉള്ള വെള്ളം എടുത്തിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് വെള്ളം എല്ലാം ആവിയായി പോയി കഴിഞ്ഞിട്ട് ബാക്കി എന്താ ഉണ്ടാവുക salt is left in the water. So this process is the process of conversion of water into vapor. എന്ത് ചെയ്യും ആ സോൾട്ട് സൊല്യൂഷനിലുള്ള വാട്ടർ മാത്രം വേപ്പറായിട്ട് പോകും എന്നിട്ട് ബാക്കി എന്തുണ്ടാവും ഉപ്പ് മാത്രം ബാക്കി ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് we can separate salt from salt water by this process of evaporation, and this is the process of conversion of water into vapor, that is evaporation. The process of evaporation takes place continuously whenever the water is present. Water present ഉള്ളിടത്തോളം നേരം എന്ത് ചെയ്യും ഇതെന്ത് ചെയ്യും evaporation നടക്കും. Sea water contains many salts. അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ സീ വാട്ടറിൽ നിന്നാണ് ഹൗ ഡു യു മേക്ക് ദ സോൾട്ട് ദാറ്റ് വി ആർ യൂസിങ് ഇൻ എ ഹോം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സോൾട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സീ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ. സോ ദിസ് ഇസ് ദ സീ വാട്ടർ. എന്ത് ചെയ്യും ഇങ്ങനെ കുറേ നമ്മുടെ പാടങ്ങളുണ്ടല്ലോ പാഡി ഫീൽഡ്സ് പോലെ ഒരു സോൾട്ട് ഫീൽഡ്സ് ഉണ്ടാകും. വാട്ട് ഇസ് ഇറ്റ്? സോൾട്ട് ഫീൽഡ്. ഈ സോൾട്ട് ഫീൽഡിൽ നിന്നുണ്ടാവും സോൾട്ട് വാട്ടർ സീ വാട്ടർ നിറയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും സണ്ണിൻ്റെ ചൂടുകൊണ്ട് due to the hotness of the sun, heat from the sun, the water will evaporate and what is left will be the salt. അങ്ങനെ എന്ത് ചെയ്യും സോൾട്ട് മാത്രം ബാക്കി വരും. ഈ കുഴികളിലൊക്കെ എന്തുണ്ടാവും വെള്ളം ഉണ്ടാവും. എന്നിട്ട് സൂര്യൻ്റെ ചൂട് കൊണ്ട് എന്ത് ചെയ്യും it will evaporate and what is left is the salt. So evaporation is the process of making the salt. Next one is the process of condensation. So for this we are taking a mixture of sand and water. So can you separate? How can we separate? You know that sand and salt are of the same size. So you cannot separate it easily, right? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ സാൻഡും സോൾട്ടും പെട്ടെന്ന് ഒരുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് യൂസ് ഫിൽട്രേഷൻ ബാക്കി നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ്സ് ഒന്നും പറ്റത്തില്ല. So what you are going to do is we have a plate of we will take this mixture of sand and salt. ഓൾമോസ്റ്റ് സെയിം കളറാണ്. നമുക്ക് എങ്ങനെയായാലും പറക്കി പോലെ ഹാൻഡ് പിക്കിങ് ത്രഷിങ് ഇങ്ങനത്തെ ഒരു മെത്തേഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല സോൾട്ടിനെയും സാൻഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വി വിൽ ടേക്ക് ഇറ്റ് ഇൻ എ ബീക്കർ ആൻഡ് പോർ സം വാട്ടർ ആൻഡ് മിക്സ് ഇറ്റ് വെൽ. അപ്പോൾ എന്ത് പറ്റും സോൾട്ട് വിൽ ഡിസോൾവ് ഇൻ വാട്ടർ. So and what will happen to the sand? Sand is heavy, so it will sedimentate, right? It will settle down in the bottom. So what is happening? The salt in it will dissolve in water and the sand will settle down in the bottom of the beaker. അപ്പോൾ എന്ത് പറ്റും അതെന്ത് ചെയ്യണം now we can separate the sand either by filtration or decantation. എന്ത് ചെയ്യാൻ പറ്റും ഡീക്കാൻഡ് ചെയ്ത് വാട്ടർ നമുക്ക് വേറൊരു ബീക്കറിലോട്ട് ഡീക്കാൻഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് വാട്ടറിൽ നിന്ന് സാൻഡിനെ എന്ത് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. now you got the sand, now you want the salt. How can you do that? You can take this in a beaker and you can heat it. ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നീരാവി ഉണ്ടാവുമല്ലോ അല്ലേ വാട്ടർ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. നീരാവി എന്ത് ചെയ്യണം ഒരു മൂടി എടുത്തിട്ട് ഈ കെറ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വിൽ ടേക്ക് ദ വാട്ടർ സോൾട്ട് വാട്ടർ ഇൻ എ കെറ്റിൽ. എന്നിട്ട് കെറ്റിൽ എങ്ങനെയാണ് ഇങ്ങനെ ഇതിൻ്റെ വായിക്കൂടി എന്തോരം പുക വരും. അപ്പോൾ നമ്മളൊരു ലിഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഐസ് വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ചൊരു ബീക്കറിലോട്ട് വരും. അപ്പോൾ എന്ത് പറ്റും ഈ നീരാവിയായി പോകുന്ന പാത്രം ഈ തണുപ്പുള്ള പാത്രത്തിൽ പോയി തട്ടുമല്ലോ. നീരാവി ചൂടാണ്, അത് ഐസ് വെച്ച് തണുത്തിട്ടുള്ള പാത്രത്തിൻ്റെ മൂടിയിൽ പോയിട്ട് തട്ടിയിട്ട് അതെന്ത് പറ്റും തണുത്തിട്ട് എന്താവും പിന്നെയും വെള്ളമായിട്ട് വരും. എന്താ ചെരിച്ച് അങ്ങോട്ട് വീഴുന്നതായിട്ട് കാണുന്നത് ബീക്കറിലോട്ട് വീഴും. എന്താ പറ്റുന്നത് സോൾട്ട് വാട്ടർ തിളപ്പിക്കുകയാണ്. അപ്പോൾ അത് വെള്ളം എന്താവും ആവിയായിട്ട് മുകളിലോട്ട് പോകും. ആ മുകളിലോട്ട് പോകുന്ന വഴിക്ക് എന്ത് ചെയ്യും നമ്മളൊരു ഐസും ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് പറ്റും ആ ലിഡ് എപ്പോഴും തണുത്തിരിക്കും. അപ്പോൾ ഈ ചൂടുള്ള ആവി പോയിട്ട് ആ തണുപ്പുള്ള ഇതിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും ആ ആവി തണുത്തിട്ട്
എന്തായിട്ട് വെള്ളമായിട്ടൊരു ബീക്കറിലോട്ട് വീഴും. അപ്പോൾ നമ്മുടെ കെറ്റിൽ മൊത്തം വെള്ളം ആവിയായി പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും, കെറ്റിലിൽ സോൾട്ട് ലെഫ്റ്റ് ആയിട്ടുണ്ടാവും, വാട്ടർ നമുക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു ആഡ് ചെയ്തിരുന്നത്, സാൻഡ്, സോൾട്ട് ആൻഡ് വാട്ടർ. ഫസ്റ്റ് വി സെപ്പറേറ്റഡ് ദി സാൻഡ്, നൗ വി ഗോട്ട് ദി സോൾട്ട് ആൻഡ് വാട്ടർ സെപ്പറേറ്റ്ലി. So this process of condensation is the process of conversion of water vapor into liquid. വാട്ടർ വേപ്പറിനെ എന്താക്കി മാറ്റി, ആ തണുത്ത സർഫസിൽ പോയി തട്ടിയപ്പോൾ ലിക്വിഡ് ആയിട്ട് മാറി. അപ്പോൾ ആ പ്രോസസ്സിനെ എന്ത് പറയുന്നത്, കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് water vapor into liquid. So we learned evaporation and condensation. Now we have saturation. So here we are going to do another experiment. We are going to take one glass of water and we are going to dissolve some salt in it. We'll take some salt, we'll take 1 teaspoon and you'll try to dissolve it. How will you dissolve it? നന്നായിട്ട് ഇളക്കി ഡിസോൾവ് ചെയ്യും, പിന്നെയും ഇടും, ഡിസോൾവ് ചെയ്യും, നന്നായിട്ട് ഒരുപാട് ഉപ്പായി അല്ലേ. എന്നിട്ട് കുറേ നിങ്ങളിങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ ആഫ്റ്റർ സം ടൈം salt won't dissolve in water. ഡിസോൾവ് ചെയ്യാത്തൊരവസ്ഥ വരും. there will come a stage where this salt won't dissolve. അങ്ങനെ ഒരു സ്റ്റേജ് വരും. so that stage where no more salt can be dissolved, right, in that amount of water. Now the solution is called saturated. എന്ത് വെച്ചാൽ നമ്മൾ സോൾട്ട് ഡിസോൾവ് ചെയ്ത് കുറച്ച് കഴിയുമ്പം എത്ര സോൾട്ട് ഇട്ടാലും പിന്നെ ഡിസോൾവ് ആവാത്തൊരു സ്റ്റേറ്റ് വരും. ആ സ്റ്റേറ്റിലുള്ള ആ വാട്ടറിന് പറയുന്ന പേരാണ്, അല്ലെ സൊല്യൂഷന് പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിനി എത്ര കൂടുതൽ ഇട്ടാലും എന്ത് ചെയ്യില്ല, ഇറ്റ് വോണ്ട് ഡിസോൾവ്. സോ യു ക്യാൻ ഡു ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ യുവർ ഹോം ഓൺലി. യു ക്യാൻ ടേക്ക് 1 glass of water, you can add some salt and see when it will dissolve. After some time the salt won't dissolve, then that solution is a saturated solution. Now if you want to dissolve more salt, the one thing you can do is you can heat the water. നന്നായിട്ട് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, കുറച്ചും കൂടി സോൾട്ടും കൂടി എന്താവും, അതിൽ ഡിസോൾവ് ആവും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടി സോൾട്ട് അതിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് stages of separation of substances. We learned evaporation and condensation. And here there is a table, salt and sugar. നമുക്ക് യു ക്യാൻ ഡു ദിസ് അറ്റ് ഹോം. ഒരു ഇതിൽ സോൾട്ട് ഡിസോൾവ് ചെയ്ത് എത്ര സ്പൂൺ വരെ ഇതിൽ ഡിസോൾവ് ചെയ്തു എന്നുള്ള നമ്പർ ഓഫ് സ്പൂൺസ് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ഇസ് സോൾഡ് ഇൻ വാട്ടർ എന്ന് കണ്ടുപിടിക്കുക. അടുത്ത ഷുഗർ എടുത്തിട്ട് അത് എത്ര സ്പൂൺ ഡിസോൾവ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, നൗ വി ഹാവ് ആക്ടിവിറ്റി പാർട്ട്. I'll give the question answers. First one and all, I'll give you the question answers. You can do the filling the blanks and true or false. ബാക്കി എല്ലാം I'll do it. 1, 2, 3, 4, 5, 6, 7 and 10. I'll give the notes. All the other ones you can do it yourself. So there is a filling the blanks and true or false. You can read the chapter once more and then you can do it. Okay, thank you. Have a nice day.